ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച പ്രധാനമായും തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. അർജുൻ അശോകൻ നായകനെ മഹേഷ് മധു സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ അനശ്വര രാജനാണ് നായികയായി അഭിനയിച്ചിട്ടുള്ളത്. അനശ്വര രാജന്റെ ഈ വർഷത്തെ തുടർച്ചയായി രണ്ടാമത്തെ സിനിമ കൂടിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ഇന്നലെ തിയേറ്ററിലെത്തിയ രേഖാചിത്രമായിരുന്നു ആദ്യ സിനിമ. രേഖാചിത്രം പോലെ തന്നെ ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ വളരെ മികച്ച അഭിപ്രായം നേടിയെടുക്കുന്ന ഈ ഫാമിലി ഫാന്റസി കോമഡി ത്രില്ലർ സിനിമയിൽ ബാലു വർഗീസ്, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം, ബൈജു സന്തോഷ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സാം ജി എം ആന്റണിയാണ്. സാം സി എസ് സംഗീതവും രണദേവിയ DOPയും ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് സോമൻ കെ സോമനാണ്. മാജിക് ഫ്രെയിംസ് ആണ് ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ പകുതി എബോ ആവറേജ് അഭിപ്രായം നേടിയെടുത്തപ്പോൾ രണ്ടാം പകുതി എക്സ്ട്രാ ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിനും മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. അങ്ങനെ 2025 ജനുവരിയിൽ തിയേറ്ററെടുത്ത പ്രധാനപ്പെട്ട 3 സിനിമകളും, അത് ഐഡന്റിറ്റി, രേഖാചിത്രം, ഇപ്പോൾ എന്ന് സ്വന്തം പുണ്യാളൻ എന്നിങ്ങനെ 2025ന്റെ തുടക്കം ഗംഭീരമാകുന്ന രീതിയിലാണ് മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഇനി ആസിഫ് അലിയുടെ രേഖാചിത്രത്തിലേക്ക് വന്നാൽ ഇന്നലെ ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററെടുത്ത ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ജോഫിൻ ഡി ചാക്കോയുടെ മികച്ച മേക്കിങ്ങും ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്നിവയുടെ ഗംഭീര തിരക്കഥയും കൂടി ചേർന്നപ്പോൾ വളരെ മികച്ചൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമയായി രേഖാചിത്രം മാറി. മനോജ് കെ ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സെറിൻ ഷഹാബ്, ഇന്ദ്രൻസ് എന്നിങ്ങനെ താരങ്ങളോടൊപ്പം മലയാളത്തിന്റെ മഹാതാരമായ മമ്മൂട്ടിയും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഇനി രേഖാചിത്രം എന്ന ഈ ആസിഫ് അലി സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള കളക്ഷനായി 1,92,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കർണാടകയിൽ നിന്നാണ് ഈ സിനിമയ്ക്ക്. 20 ലക്ഷം രൂപ ഈ സിനിമ ഇന്നലെ അവിടെ നിന്ന് നേടിയെടുത്തിരുന്നു. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 2 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 30 ലക്ഷത്തോളം രൂപയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 2,22,00,000 രൂപയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ആദ്യ ദിവസം 4-4.5 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. 6 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വാരാന്ത്യം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ജനുവരി 2 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഐഡന്റിറ്റി എന്ന ടോവിനോ തോമസ് ചിത്രത്തിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ 9ാമത്തെ ദിവസം കൂടിയായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ ഇരുവർ ചേർന്ന തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ തൃഷ, വിനയ് റായി, അജു വർഗീസ്, അർച്ചന കവി, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സിനിമയുടെ ആദ്യ 7 ദിവസം വരെയുള്ള കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 6,96,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായ വ്യാഴാഴ്ച ഇന്നലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം രൂപയാണ്. 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 7,16,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടക കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് 62 ലക്ഷം രൂപയും ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 12 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് ആദ്യ 7 ദിവസം കൊണ്ട് നേടിയെടുക്കാനായിട്ടുണ്ട്. 1,63,00,000 രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 22 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 9,55,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടിക്ക് മുകളിലുമാണ്. ഉണ്ണി മുകുന്ദൻ നായകനെ ഹനീഫതനെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മാർക്കോ. ചിത്രത്തിന്റെ 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 22ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ആദ്യ 20 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 40,47,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. ഇന്നലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 23 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 21 ദിവസം കൊണ്ട് 40,70,00,000 രൂപയാണ് മാർക്കോ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ആന്ധ്ര കളക്ഷനായി ആദ്യ 20 ദിവസം കൊണ്ട് 5,47,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 21ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ആന്ധ്ര കളക്ഷനായി ഏകദേശം 30 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആദ്യ 21 ദിവസം കൊണ്ട് 5,77,00,000 കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ 22ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ തെലുങ്ക് കളക്ഷൻ 6 കോടിക്ക് മുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ 21 ദിവസത്തെ കർണാടക കളക്ഷൻ 4,35,00,000 രൂപയും തമിഴ്നാട് കളക്ഷൻ 2,80,00,000 രൂപയിലുമാണ് എത്തി നിൽക്കുന്നത്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിൽ ചിത്രം 21 ദിവസം കൊണ്ട് 13 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 21 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 66,25,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 98 കോടിയിലുമാണ് എത്തി നിൽക്കുന്നത്. മാർക്കോയുടെ ഒഫീഷ്യൽ 100 കോടി കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരുന്നുവെങ്കിലും ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം സിനിമ 100 കോടിയിൽ എത്തപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാർക്കോയുടെ 23ാമത്തെ ദിവസമായ നാളെ ശനിയാഴ്ചയോടെ 100 കോടി ക്ലബ്ബിൽ ഈ സിനിമ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.